ഇനി നമുക്ക് കാഴ്ചകൾ തേടി നടക്കുന്ന പകൽക്കിനാവിനെ പരിചയപ്പെടാം. നല്ല കവി, നല്ല ഫോട്ടോഗ്രാഫർ, നല്ല പരിസ്ഥിതി പ്രേമി, അതാണ് പകൽക്കിനാവൻ. ഇത് പകൽക്കിനാവൻ. പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഒരുപാട് കിനാവ് കാണും ഈ മനുഷ്യൻ. കിനാവ് മാത്രമല്ല, ഒരുപാട് യാഥാർത്ഥ്യങ്ങളും കാണുന്നു ഷിജു എസ് ബഷീർ എന്ന പകൽക്കിനാവൻ. ബ്ലോഗ് എഴുത്തിന്റെ സുവർണകാലത്താണ് ഷിജു എസ് ബഷീർ പകൽക്കിനാവനായി മാറിയത്. പുതുതായി വന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ബ്ലോഗുകളെ അപ്രസക്തമാക്കിയെങ്കിലും ബ്ലോഗുകളുടെ സംവാദ ലോകത്ത് ഇപ്പോഴും സജീവമാണ് ഷിജു എസ് ബഷീർ. മികച്ച ഫോട്ടോഗ്രാഫറാണ് പകൽക്കിനാവൻ. സാമൂഹിക യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയുടെ വശ്യഭാവങ്ങളും പ്രവാസിയുടെ ഒറ്റപ്പെടലുമെല്ലാം ക്യാമറയിൽ പകർത്താൻ തുടങ്ങിയിട്ട് വർഷം 10 തികയുന്നു. ഫോട്ടോയ്ക്ക് ഏറ്റവും മികച്ച അടിക്കുറിപ്പ് കൂടി നൽകും പകൽക്കിനാവൻ. നല്ല കവി കൂടിയായതിനാൽ പകൽക്കിനാവൻ ഫോട്ടോയ്ക്ക് നൽകുന്ന അടിക്കുറിപ്പുകൾക്ക് കാവ്യഭംഗിയുണ്ടാകും. ആഫ്രിക്കയിലെ ഒരു പെൺകുട്ടിയുടെ ഭീതി മനോഹരമായി ക്യാമറയിൽ പകർത്തിയ പകൽക്കിനാവൻ യോജിച്ച അടിക്കുറിപ്പ് നൽകി. നിന്റെ കണ്ണിൽ തനിച്ചു നിൽപ്പാണ് ഇപ്പോഴും ഒരു കടൽ. മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പാവക്കുട്ടിയുടെ ഫോട്ടോയിലൂടെ പകൽക്കിനാവൻ ഇരയാക്കപ്പെടുന്ന സ്ത്രീ ജീവിതങ്ങളെക്കുറിച്ച് പറയുന്നു. പെൺകുട്ടികൾ അപ്രത്യക്ഷമാകുന്നത് എന്നാണ് ഈ ഫോട്ടോയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. അമ്മ മനസ്സിന്റെ വേദനകളെ തോരാതെ പെയ്യുമി ഏകാന്തത എന്ന് വിശേഷിപ്പിക്കുന്നു പകൽക്കിനാവൻ. കരയും വീടും സുനാമി കൊണ്ടുപോയി. ദുരന്തങ്ങൾക്ക് നടുവിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ആറാട്ടുപുഴയിലെ ഈ മനുഷ്യന്റെ ചിത്രത്തിന് പേര് പ്രതീക്ഷയുടെ ആകാശം. 24 മണിക്കൂറും ക്യാമറ കയ്യിൽ കരുതും. പകൽക്കിനാവന് ക്യാമറ സ്വന്തം ശരീരത്തിലെ ഒരവയവമായി മാറിയിരിക്കുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ശരിക്കും ഒരു പടം എടുക്കാനായിട്ട് പോയിട്ട് ഇന്ന് വരെ പടങ്ങൾ കിട്ടിയിട്ടില്ല. വളരെ മിക്കവാറും എല്ലാ പ്രാവശ്യം എവിടെ പോയാലും കൂടെ ക്യാമറ കരുതും. അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്ന ദൃശ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലൊരു പടമാണ് ഒരു പ്രാവശ്യം നേപ്പാളിൽ പോകുന്ന സമയത്ത് തെരുവിൽ ഒരു കുട്ടിയെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഒരു അമ്മ ഒരുക്കുന്ന ഒരു സീനുണ്ട്. അതായത് സാധാരണ സ്കൂളുകളിലേക്ക് എല്ലാവരെയും ഒരുക്കി വിടുന്ന ഒരു വീടുകളിൽ നിന്ന് പോകുന്ന കുട്ടികളുടെ ഓർമ്മ പെട്ടെന്ന് എനിക്ക് ആ പടം കണ്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പെട്ടെന്ന് ഞാൻ ക്യാമറ എടുത്ത് ക്ലിക്ക് ചെയ്തു. ഫോട്ടോഗ്രാഫിയോടുള്ള കമ്പം കയറി നിരവധി രാജ്യങ്ങളിൽ യാത്ര ചെയ്തു പകൽക്കിനാവൻ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പകർത്തിയ ഫോട്ടോകൾ ആ രാജ്യത്തെ രാഷ്ട്രീയം പറയുന്നു, ഒപ്പം സാമൂഹിക യാഥാർത്ഥ്യങ്ങളും. എത്യോപ്യയിൽ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ കാണാൻ കഴിയില്ല. പകരം കുട്ടികൾ കാലിമേയിച്ച് നടക്കുന്നു. സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ഇത്തരം രാജ്യങ്ങളിലെ കാഴ്ചകൾ ക്യാമറയിൽ പകർത്താനാണ് പകൽക്കിനാവന് താല്പര്യം. രാവിലെ നമ്മൾ പോകുമ്പം ഒന്നുകിൽ കന്നുകാലിയും മേയിച്ച് കൊണ്ടുവന്ന കുട്ടികൾ, റോഡിൽ കളിക്കുന്ന കുട്ടികൾ, ഇതല്ലാതെ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെ പോലും നമുക്ക് കാണാൻ കഴിയത്തില്ല. പിന്നെ പട്ടിണി, എവിടെ ചെന്നാലും കഷ്ടപ്പാടുകളും, ഇതൊക്കെ തന്നെയാണ് ആഫ്രിക്ക. ഞാൻ ഈ എത്യോപ്യയിൽ നിന്ന് എടുത്ത മാറുമറയ്ക്കാത്ത സ്ത്രീയുടെ പടം അവിടെ കാണിച്ചാൽ അവർക്കതൊരു വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതം, ഇങ്ങനെയും ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ എന്ന്. സ്വിറ്റ്സർലൻഡ്, റഷ്യ, നേപ്പാൾ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ യാത്ര ചെയ്ത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഷിജു എസ് ബഷീർ പറയുന്നു, പരിസ്ഥിതിയോട് ഏറ്റവും കൂടുതൽ ക്രൂരത കാട്ടുന്നത് നമ്മൾ ഇന്ത്യക്കാരാണെന്ന്. വിദേശ രാജ്യങ്ങളിലെ സ്വർഗതുല്യ താഴ്വാരങ്ങളിലെ നിരവധി ഫോട്ടോകൾ പകൽക്കിനാവൻ പകർത്തിയിട്ടുണ്ട്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ ഈ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച ഇന്ത്യക്കാർക്കിടയിൽ പരിസ്ഥിതി അവബോധം വളർത്താനുള്ള ശ്രമത്തിലാണ് കിനാവുകളെയും യാഥാർത്ഥ്യങ്ങളെയും തേടി നടക്കുന്ന ഈ മനുഷ്യൻ. സ്വർഗം എന്ന് പറയാം, നമ്മൾ ഭൂമിയിൽ കാണുന്ന ഒരു സ്വർഗം എന്ന്. കാരണം ഞാൻ ആംസ്റ്റർഡാമിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്ന ഒരു ഓവർനൈറ്റ് ട്രെയിനിലാണ്. അപ്പോൾ രാത്രി ആംസ്റ്റർഡാമിൽ നിന്ന് കയറി രാവിലെ സ്വിറ്റ്സർലൻഡ് എത്തുന്ന സമയത്ത്, നേരം വെളുക്കുന്ന സമയത്ത് ജനലിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ മറ്റേതോ ഒരു സ്വർഗ്ഗലോകത്തേക്ക് എത്തിപ്പെട്ട പോലെയാണ് ആദ്യം കാഴ്ചകൾ കാണുമ്പോൾ തോന്നുന്നത്. കാരണം അതുപോലെയാണ് അവർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. പുല്ലാണെങ്കിലും എവിടെയും വളരെ വൃത്തിയായി സംരക്ഷിക്കപ്പെടുകയും എല്ലാ വീടിൻ്റെയും ജനാലകളിൽ പൂക്കളും, എവിടെ ചെന്നാലും വളരെയധികം അതിമനോഹരമായ കാഴ്ചകളാണ് സ്വിറ്റ്സർലൻഡ്.
മറ്റൊരു പുതിയ അധ്യായവുമായി ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.